ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് സംഭവിക്കാനായിട്ട് വരാനായിട്ടിരിക്കുന്നത് എന്നുകൂടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇനി ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യവും നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം നോക്കുന്നുണ്ട് നമ്മൾ. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്നോട് നോക്കുന്നുണ്ട്. ഓക്കെ, 8 of Swords ആണ് നമുക്കിവിടെ ഫസ്റ്റ് കിട്ടുന്ന കാർഡ്. ദെൻ Knight of Swords, the Moon card, and 5 of Pentacles, 2 of Pentacles, Six of Swords, Knight of Pentacles, ഓക്കെ, 4 of Swords. ഇനി നമുക്കിവിടെ കിട്ടുന്നത് ദ ഹെറോഫന്റ് കാർഡാണ്. നെക്സ്റ്റ് ഡെത്ത് കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് 5 of Cups ആൻഡ് കിങ് ഓഫ് സോർട്സ്. ഇത്രയും കാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. ദ മാസ്റ്റർ കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 9 of Cups ആണ് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാർഡുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ബന്ധം ഒറ്റ ദിവസം കൊണ്ട് തകർന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് നമുക്ക് തോന്നുന്നില്ല. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ പറയാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച വികാരങ്ങളും അവരോട് ഒത്തിരി ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നായിരിക്കാം. ആ ഒരു പേഴ്സണും നിങ്ങളോട് ഒത്തിരി ഫീലിങ്സുകളൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. പക്ഷെ ആ ഒരു ഫീലിങ്സുകളെല്ലാം ഒളിപ്പിച്ചു പിടിച്ചു എന്നുള്ളതാണ്. പതിയെ അതൊരു വലിയ മതിലായി മാറിയ പോലത്തെ ഒരു കഥയാണ് നമുക്കിവിടെ തോന്നുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം നോക്കുമ്പോൾ. ആദ്യമായിട്ട് നമുക്കിവിടെ വന്നിട്ടുള്ള ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ 8 of Swordsന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരാള് വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അവര് എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ, ഞാൻ പറഞ്ഞാൽ അവര് എന്ത് വിചാരിക്കും, അതായത് ഞാനിപ്പോൾ സ്നേഹമാണ് അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ കെയർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണോ എന്നിങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾ മനസ്സിൽ ആ ഒരു വ്യക്തിയുടെ നിറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ആയിരിക്കും, നിങ്ങളുടെ ആയിരിക്കും. സത്യം പറയാൻ ആഗ്രഹമുണ്ട് പലപ്പോഴെങ്കിലും ആ ഒരു പേടി കാരണം അവരതൊന്നും തുറന്നു പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം മറുവശത്തുള്ള വ്യക്തിക്കും എന്തോ ശരിയല്ലെന്ന് തോന്നിയെങ്കിലും എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നൈറ്റ് ഓഫ് സോർട്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോർട്സിന്റെ ഊർജം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഈ ഒരു 8 of Swordsന് ശേഷം വന്നിട്ടുള്ളതാണ് നൈറ്റ് ഓഫ് സോർട്സ്. അതിന്റെ ഒരു എനർജി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വളരെ നാളായിട്ട് ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ആ ഒരു ഫീലിങ്സുകൾ ഒരു ദിവസം പെട്ടെന്ന് പുറത്തു വന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഒരു നേരിട്ട് തർക്കത്തിലൂടെയോ ഒക്കെ ആയിരിക്കാം. പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ പറഞ്ഞു, കോപത്തിലെടുത്ത ചില തീരുമാനങ്ങൾ, പെട്ടെന്ന് ദേഷ്യം കൊണ്ടെടുത്ത ചില ഡിസിഷൻസ് പിന്നീട് ഇരുവരെയും, അതായത് നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും വേദനിപ്പിച്ചു. ആ ഒരു നിമിഷത്തിൽ ആരും മറ്റേയാളുടെ ആ ഒരു ഹൃദയം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചില്ല. അവര് സക്സസ് ആകാനായിട്ട് അല്ലെങ്കിൽ താൻ ഓക്കെ ആകാനായിട്ടാണ് ആ ഒരു ഓരോ സമയത്തും രണ്ടുപേരും ശ്രമിച്ചത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മൂൺ കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്.
ഈ ഒരു മൂൺ കാർഡ് പറയുന്നത് ആ ഒരു വഴക്കിനും ആ ഒരു തർക്കത്തിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ ഒരു വഷളായി എന്നുള്ളത് തന്നെയാണ്. ഒരാൾ പറയാതെ പല കാര്യങ്ങളും അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പറയാതെ അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ അത് സൂക്ഷിച്ചു വെച്ചു. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ആ ഒരു നിശബ്ദത, അവിടെ വന്നിട്ടുള്ള ഒരു സൈലൻസ് ആയിക്കോട്ടെ, സംസാരിക്കാത്ത അവസ്ഥ ആയിക്കോട്ടെ, എന്താണെങ്കിലും ബ്രേക്കപ്പോ അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു സൈലൻസ് തെറ്റായി മനസ്സിലാക്കി എന്നതാണ്. ചിലർക്ക് ഒരു മൂന്നാമതൊരാളുടെ, അതായത് തേർഡ് പാർട്ടിയുടെ അഭിപ്രായമോ അഭ്യൂഹങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഒക്കെ ഈ ഒരു ബന്ധത്തെ കൂടുതൽ ബാധിച്ചിട്ടുണ്ടാകാം. അവർ പറഞ്ഞുണ്ടാക്കിയ പല ഗോസിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടാകാം. അപ്പം സത്യം എന്താണെന്ന് അറിയാതെ ഓരോരുത്തരും സ്വന്തമായിട്ട് ചിന്തിച്ച നിഗമനങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവിടെ ഉണ്ടായ, ട്രസ്റ്റ് അവിടെ കുറഞ്ഞു വന്നു എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് വരിക. അതിനുശേഷം നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും വേദനാജനകമായ ഒരു ഘട്ടമാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം അവസാനിച്ചതുപോലെ നമുക്ക് തോന്നിയെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരാള് ആ ഒരു വേദന പുറത്ത് കാണിക്കാതെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു. മറ്റു വ്യക്തിയെ നോക്കുകയാണെങ്കിൽ ഇനി തിരിച്ചു വരില്ല എന്ന് കരുതി അവര് സ്വയം അകന്ന് ഡിസ്റ്റൻസ് ഇട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ഹൃദയത്തിൽ രണ്ടുപേർക്ക് നല്ല രീതിയിൽ നഷ്ടബോധമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മളിവിടെ അവസാനമായിട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തകരാൻ കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ജീവിതത്തിലെ കുറേ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു, ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ കാരണങ്ങൾ കാരണം ഈ റിലേഷൻഷിപ്പിന് വേണ്ട സമയവും ശ്രദ്ധയും കൊടുക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിഞ്ഞില്ല എന്നതാണ്. അപ്പോൾ പിന്നീട് അവരോട് മനസ്സറിഞ്ഞ് സംസാരിക്കാം, ഇപ്പോൾ സമയമായിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ പോട്ടെ എന്നൊക്കെ ആ ഒരു രീതിയിൽ അങ്ങനെ പോയി അതൊരു പതിവായി. അങ്ങനെ ചെറിയ അകലങ്ങൾ വന്നു, പിന്നീട് അത് വലിയൊരു ദൂരമായി മാറിയതായിട്ടാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കാർഡുകൾ പറയുന്നത് ഈ റിലേഷൻഷിപ്പ് ഒരു സ്നേഹക്കുറവ് കാരണം അവസാനിച്ചതല്ല എന്നാണ്. പകരം പറയാതെ ഒളിപ്പിച്ചു വെച്ച കുറേ ഫീലിങ്സുകൾ, തെറ്റിദ്ധാരണകൾ, ഈഗോസ്, ജീവിത സമ്മർദ്ദങ്ങൾ, സമയത്ത് നടന്നിട്ടില്ലാത്ത ആ ഒരു കോൺവെർസേഷൻ, ആശയവിനിമയം നല്ല രീതിയിൽ നടക്കാതിരുന്ന ഈ കാര്യങ്ങളൊക്കെ ചേർന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് വിള്ളൽ വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഹൃദയത്തിൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അത് ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാനോ അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് രണ്ട് ഹൃദയങ്ങളും ഒരേപോലെ വേദന അനുഭവിച്ചിട്ടും രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് മാറി നടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, ഇതാണ് ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. ഇനി എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ 6 ഓഫ് സോർട്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ഈ ഒരു കാർഡ് പറയുന്നത് വളരെ കാലമായി നിങ്ങൾ രണ്ടുപേരും വഹിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചുമന്നിരുന്ന ആ ഒരു മാനസിക ഭാരം പതിയെ കുറഞ്ഞു വരുന്ന, അല്ലെങ്കിൽ കുറഞ്ഞു തുടങ്ങും എന്ന് തന്നെയാണ്. ആദ്യം ഒന്നും ഇത് ഒട്ടും ഈ ഒരു സംഭവങ്ങളൊന്നും ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് തോന്നാം. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ആ ദേഷ്യത്തിനും ആ ഒരു കുറ്റബോധമായിക്കോട്ടെ, ദേഷ്യമായിട്ട് ആ ടെൻഷൻ, ആൻസൈറ്റി ഇതെല്ലാം മാറിയതിന് പകരം അവിടെ ഒരു നിശബ്ദത വരും, ഒരു സൈലൻസ് വരും. ആ ഒരു സൈലൻസിന് പകരം പിന്നീട് കുറെ നാളുകൾ കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ചിന്തകൾ വരും. ഒരിക്കൽ പരസ്പരം കുറ്റപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ പിന്നീട് അന്ന് അങ്ങനെ സംഭവിക്കേണ്ടതില്ലായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരാള് പലതവണ ഫോൺ എടുത്ത് ഒരു മെസ്സേജ് അയക്കാനായിട്ടൊക്കെ ആലോചിച്ചിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിരിക്കാം. എഴുതിയ മെസ്സേജ് വീണ്ടും ഡിലീറ്റ് ചെയ്യുന്ന സമയങ്ങൾ ഉണ്ടാവും. മറുവശത്തുള്ള വ്യക്തിയും അതുപോലെ തന്നെ നിങ്ങളെ ഓർക്കും. എന്നാൽ രണ്ടുപേരും ശരിയായ ഒരു സമയത്തിനായി കാത്തിരിക്കും. കാരണം പഴയ മുറിവുകൾ വീണ്ടും തുറക്കാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിലേക്കുള്ള തിരിച്ചുവരവുണ്ടെങ്കിൽ അത് വളരെ പതുക്കെയായിരിക്കും. രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവുണ്ടെങ്കിൽ പോലും അത് ഒത്തിരി താമസമുണ്ടെന്ന് തന്നെയാണ്. പെട്ടെന്നൊരു എല്ലാം പഴയതുപോലെ എന്നൊരവസ്ഥ ഉണ്ടാവില്ല. ചിലപ്പോൾ ചെറിയൊരു സന്ദേശം, പിന്നീട് ചെറിയൊരു സംഭാഷണം, പിന്നെ പതിയെ വിശ്വാസം തിരിച്ചു പിടിക്കുന്ന പ്രക്രിയ. ഓരോ ചുവടും ആലോചിച്ചായിരിക്കും ഈ ഒരു പേഴ്സണും നിങ്ങളും ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഫ്ലോ ഇനി അങ്ങനെയാണ്, അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് ഈ റിലേഷൻഷിപ്പ് ഓക്കെ ആകില്ല എന്ന് മനസ്സിലാക്കാം. അതിനിടയിൽ നമുക്കിവിടെ ഒരു 4 ഓഫ് സോർട്സിന്റെ എനർജി ഉണ്ട്. ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ ഈ ഒരു 4 ഓഫ് സോർട്സിന്റെ എനർജി പ്രവർത്തിക്കും.
രണ്ടുപേരും സ്വന്തം ജീവിതത്തെയും തെറ്റുകളെയും കുറിച്ച് ആഴത്തിൽ ചിന്തിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ അന്ന് വേറൊരു രീതിയിൽ പെരുമാറാമായിരുന്നു, അല്ലെങ്കിൽ അന്ന് പെരുമാറിയത് മോശമായി പോയി, കുറച്ചും കൂടെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാമായിരുന്നു, അവരുടെ ആ ഒരു ഭാഗം കൂടി ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നൊക്കെയുള്ള തിരിച്ചറിവുകളുണ്ടാകും. ആ ഒരു നിശബ്ദത, ആ ഒരു സൈലൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു ശിക്ഷയല്ല, മറിച്ച് ഒരു ഹീലിങ്ങിനുള്ള സമയമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കും എന്നതാണ് നമുക്കിവിടെ ഈ ഒരു 4 ഓഫ് സോർഡ്സ് നൽകുന്ന കാർഡ് പറഞ്ഞു തരുന്നത്. പിന്നെ വരുന്നത് ദ ഹീറോഫൻ കാർഡാണ്. ഇതൊരു പുതിയ അധ്യായം തുറക്കുന്നു. ഒരിക്കൽ വെറും വികാരങ്ങൾ മാത്രം നിന്നിരുന്ന ബന്ധം ഇനി കൂടുതൽ പക്വതയോടെ നിങ്ങൾ കാണാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കാനായിട്ട് അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ഇത്തവണ ആ ഒരു പഴയ വഴക്കുകളല്ല, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഗൗരവമുള്ള സംഭാഷണങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടാവും. ചിലർക്ക് ഇത് വീണ്ടും ഒരു കമ്മിറ്റ്മെന്റിലേക്കോ കുടുംബങ്ങളുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു മുന്നേറ്റത്തിലേക്കോ ഒക്കെ നയിക്കാനുള്ള, മാരേജിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ അതിനു മുൻപും ഇവിടെ ഒരു ഡെത്ത് എന്ന ഒരു വലിയ മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഒരു വലിയ മാറ്റം സംഭവിക്കണം. ഇത് റിലേഷൻഷിപ്പിന്റെ അവസാനമല്ല, പഴയ രീതിയിലുള്ള ബന്ധത്തിന്റെ അവസാനമാണ് കാണിക്കുന്നത്. സംശയങ്ങൾ, അതുപോലെ തന്നെ അഹങ്കാരം, പറയാതെ മനസ്സ് സൂക്ഷിച്ച വേദനകൾ, പഴയ പരാതികൾ, ഇവയെല്ലാം വിട്ടുകളയേണ്ടതായിട്ട് വരും. അതിനുശേഷം മാത്രമേ പുതിയൊരു തുടക്കം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള ഒരു കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 5 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പഴയ ഓർമ്മകളിൽ ചിലപ്പോൾ വീണ്ടും വേദനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ളൊരു ചോദ്യം രണ്ടുപേരുടെ മനസ്സിലൂടെ കടന്നു പോകും. ആ ഒരു നഷ്ടപ്പെട്ട സമയങ്ങളെയൊക്കെ ഓർത്തിട്ട് കുറച്ച് പശ്ചാത്താപമൊക്കെ ഉണ്ടാവും. പക്ഷെ അതേസമയം എല്ലാം നഷ്ടമായിട്ടില്ല എന്നൊരു തിരിച്ചറിവ് പതിയെ പതിയെ അവർക്കും നിങ്ങൾക്കും വന്നു തുടങ്ങും എന്നുള്ളതാണ്. പിന്നെ അവസാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ കിങ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഒരു നിർണായകമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അവർ നിങ്ങളുമായിട്ടുള്ള സംഭാഷണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തവണ വികാരങ്ങൾ മാത്രം സംസാരിക്കില്ല, സത്യസന്ധതയോടുകൂടിയും വ്യക്തതയോടുകൂടിയായിരിക്കും നിങ്ങൾ സംസാരിക്കുക. ആരെങ്കിലും മുന്നോട്ട് വന്ന് മനസ്സിലുള്ളത് തുറന്നു പറയും. ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും. അപ്പൊ തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ച് ആ റിലേഷൻഷിപ്പിന് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് അവിടെ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ഒരു യാത്രയുടെ അവസാനം വന്നിരിക്കുന്ന നമുക്ക് 9 ഓഫ് കപ്സ് ആണ്. വളരെ മനോഹരമായ ഒരു ഊർജ്ജമാണ്. ദീർഘകാലമായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ ഒരു ആഗ്രഹം നിറവേറ്റാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ചിലർക്ക് ഇത് പഴയ വ്യക്തിയുമായിട്ടുള്ള ആരോഗ്യകരമായ ഒരു പുതിയ തുടക്കമായിരിക്കാം. മറ്റു ചിലർക്ക് ഈ അനുഭവങ്ങളിൽ നിന്ന്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ പഠിച്ച ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നതായിരിക്കാം. എങ്ങനെയാണെങ്കിലും വളരെ ഹാപ്പി എൻഡിങ് ആണ് നമുക്ക് ഈ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിന്റെ ഓരോ സമ്മറി പറയുകയാണെങ്കിൽ, ഈ കാർഡുകൾ പറയുന്നത് മുന്നിലുള്ള വഴി എളുപ്പമല്ലെങ്കിലും പ്രതീക്ഷയുള്ളതാണെന്നാണ്. വേഗത്തിൽ ഒന്നും സംഭവിക്കില്ലെങ്കിലും ക്ഷമയോടും ആത്മപരിശോധനയോടും സത്യസന്ധമായോ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം ഉണ്ടെങ്കിൽ ഈ ബന്ധം പഴയ രൂപത്തിലേക്കല്ല, കൂടുതൽ പക്വതവും ശക്തവുമായിട്ടുള്ള ഒരു പുതിയ രൂപത്തിലേക്ക് വീണ്ടും വരാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ സ്പ്രെഡ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തുക. Clues related to this reading. Okay. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കും. ഓറഞ്ച് കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്, വൈറ്റ് കളർ കിട്ടുന്നുണ്ട്, 639 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടുന്നുണ്ട്. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്രൗൺ കളർ ആയിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 50, നമ്പർ 53, ഹെൽത്ത് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു സമയമായിരിക്കാം. കുക്കിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1991 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1977 ഓഗസ്റ്റ് മന്ത്. ഐസ്ക്രീം ലവർ, ഐസ്ക്രീം ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ലൈക്സ് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഇടുക്കി ജില്ല എന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. അല്ലെങ്കിൽ ഇടുക്കി ജില്ലയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകാം എന്ന് വിചാരിക്കുന്നു. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള കളറ്. ഓക്കെ, ആക്ടിങ് ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 37, നമ്പർ 25, 1975, നമ്പർ 32,
1997, നമ്പർ 51, 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 33, നമ്പർ 3, ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് ഒക്കെ ഇത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ലെറ്റർ എസ്, ലെറ്റർ ഇസഡ്, 1985, ഫ്ലവേഴ്സ്, ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകാമെന്ന് വിചാരിക്കുന്നു. ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. എറണാകുളം ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 38 നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാം. നമ്പർ 26, ലെറ്റർ ഒ. നമ്പർ 12, സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 36. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.